നമസ്തേ. കാലം മുന്നേറി രാമൻ രാജാവായി ധർമ്മം പുലർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജനമനസ്സിൽ സീതയുടെ നിലവാരത്തെ പറ്റിയുള്ള സംശയം പിന്നെയും ഉയർന്നു. രാമൻ കഠിനഹൃദയത്തോടെ സീതയെ വനത്തിലേക്ക് വിട്ടയച്ചു. അതൊരു ഭരണാധികാരിയുടെ ബാധ്യതയായിരുന്നു. വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ സീതാദേവി ലവനെയും കുശനെയും പ്രസവിച്ചു. അവർ വേദപഠനത്തിലും ധർമ്മത്തിലും വളർന്നു. വർഷങ്ങൾക്ക് ശേഷം അജ്ഞാതരായ ബാലന്മാർ രാജ്യസഭയിൽ എത്തിയപ്പോൾ അവർ വാൽമീകി രചിച്ച രാമായണം പാരായണം ചെയ്തു. രാമൻ വിറച്ചു. ആ ശബ്ദത്തിൽ തൻ്റെ ആത്മാവിൻ്റെ പ്രതിഫലനം കേട്ടു. സീതയുടെ സത്യവും തൻ്റെ ജീവിതമാർഗവും സത്യമായി അവിടെ തെളിഞ്ഞിരുന്നു. ഒടുവിൽ സീതാദേവി ഭൂമാതാവിനോട് അപേക്ഷിച്ചു, ഞാൻ സതിയായിരിക്കുമെങ്കിൽ ഭൂമി എന്നെ ഏറ്റെടുക്കട്ടെ. ഭൂമിദേവി സീതയെ ഏറ്റെടുത്തു. ആ കാഴ്ചയ്ക്ക് മുമ്പിൽ ആകാശം നിശ്ചലമായി. രാമൻ നിലവിളിച്ചു. പക്ഷേ സീതയുടെ സത്യത്തിൽ അദ്ദേഹം മാനം കണ്ടു. അങ്ങനെ അവസാനിക്കുന്നു ഈ മനുഷ്യാവതാരത്തിൻ്റെ ദിവ്യയാത്ര. എന്നാൽ രാമായണം തുടർന്നുകൊണ്ടിരിക്കുന്നു, ഓരോ മനസ്സിലും ഓരോ കുടുംബത്തിലുമൊക്കെ.